9 വർഷത്തെ ഭരണത്തിന് ശേഷം നിലമ്പൂരിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ വ്യവസായ മന്ത്രി എന്ന നിലയിൽ വികസനം പറഞ്ഞു പോകുമ്പോൾ നിലമ്പൂരിന് എന്ത് കൊടുത്തു, എന്ത് കൊടുക്കും, അങ്ങനെ പറയാൻ എന്താണ്? വളരെ ഇന്നിപ്പോ ഞാൻ രാവിലെ ഒരു യോഗത്തിലെ കോവിലകം ഭാഗത്ത് പോയപ്പോ ഒരു അമ്മയും മകളും കൂടി വന്നു. അമ്മ നമ്മുടെ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. അവർ ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുകയായിരുന്നു. ഇപ്പോ കോഴിക്കോട് ടാറ്റ എലക്സിയിലാണ് ജോലി ചെയ്യുന്നത്. മറ്റൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നേരത്തെ ഇതുപോലെ തന്നെ ബാംഗ്ലൂരിൽ പ്രവർത്തിച്ചിരുന്ന ആൾ കൊച്ചിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ റിവേഴ്സ് മൈഗ്രേഷൻ എന്നുള്ളത് ഇപ്പൊ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. മോളെപ്പോഴും കാണാം. നേരത്തെ വല്ലപ്പോഴാണ് വരുന്നത്. ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളവരും കേരളത്തിലേക്ക് മടങ്ങി വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആളുകൾ പുറത്തുനിന്നുള്ളവർക്കും ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിലമ്പൂര് ഞങ്ങളുടെ സ്വകാര്യ വ്യവസായ പാർക്കുകൾ പുതുതായി അനുവദിച്ചതിൽ 3 ഇവിടെ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ സംരംഭങ്ങൾ വരുന്നുണ്ട്. ചില യൂണിറ്റുകൾ ഞാൻ നേരിട്ട് തന്നെ സന്ദർശിച്ചിരുന്നു. ഇവിടെ ദീർഘകാലമായി നിൽക്കുന്ന പ്രശ്നം ബൈപ്പാസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിന് കുറേയേറെ തടസ്സങ്ങൾ നേരത്തെ 30 കൊല്ലത്തോളമായ കാര്യമാണ്. തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്ന് ഇപ്പോൾ സാമ്പത്തിക അനുമതി, ഭരണാനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു. ആ പ്രശ്നം അതിവേഗത്തിൽ പരിഹരിക്കുമ്പോൾ സ്വരാജിനെ പോലത്തെ ഒരാൾ നിയമസഭയിൽ ഉണ്ടായാൽ അതും കൂടി സാധ്യമാകും. ഞങ്ങൾ പോയയിടത്തെല്ലാം ജനങ്ങളിൽ നല്ല പ്രതികരണമാണ്. ഭരണത്തിൽ ഞങ്ങൾ 9 വർഷം പൂർത്തീകരിച്ചല്ലോ, ഒരു തുടർച്ചയാണല്ലോ. അത് തുടരണം എന്നുള്ളൊരു ബോധം നേരത്തെ ഇടതുപക്ഷം തുടർച്ചയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ അത്യാവശ്യം, ഇപ്പൊ അനിവാര്യം എന്ന നിലയിലേക്ക് ഈ മാറ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ അനിവാര്യമാണ് എന്ന ഒരു പൊതുബോധം സമൂഹത്തിൽ വന്നിട്ടുണ്ട്. നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്.